ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. നമ്മളിന്ന് കേരള സിലബസ് +2 ഹിന്ദി രണ്ടാമത്തെ ചാപ്റ്ററായ ബേട്ടി കെ നാം എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ യഹാം ന വഹ് ലാൽ കിലാ ഹേ ഔർ ന പഹരേദാർ. ഇന്ന് ആ ലാൽ കിലയുമില്ല, പാറാവുകാരുമില്ല. ബസ് ലക്കടി का एक पुराना सा मकान है जो बरसात में टपकता है और जिसमें 2-4 कमरों के सिवाय ज्यादा गुंजाइश नहीं. ഈദ് थी. അന്ന് ഈദിന്റെ ഉത്സവമായിരുന്നു. उस मौके पर चंद मुसलमान मेरे लिए कुछ तोहफे लेकर आए. അന്ന് കുറച്ച് മുസ്ലിങ്ങൾ കുറച്ച് സമ്മാനങ്ങളുമായി എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിരുന്നു. തോഹഫെ മാനെ സമ്മാനങ്ങൾ. മേനെ ഉൻസെ കഹ, ഞാൻ അവരോട് പറഞ്ഞു, ഭായി ഏ തോഹഫെ മേ നഹീം ലേ സക്ത, ഈ സമ്മാനങ്ങളൊന്നും സഹോദര ഞാൻ സ്വീകരിക്കുകയില്ല എന്ന്. ഉन्होंने जब बहुत कहा तो कुछ तोहफे ले लिए. അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ കുറച്ച് സമ്മാനങ്ങൾ സ്വീകരിച്ചു. उसके एवज में मैंने मलिका का एक हार उनको दे दिया. അവരുടെ യവജ് മേം, അവർ തന്ന സമ്മാനത്തിന് പകരമായിട്ട് मैंने मलिका का एक हार उनको दे दिया, ഞാൻ രാജ്ഞിയുടെ ഒരു മാല അവർക്ക് സമ്മാനമായി കൊടുത്തു. ദൂസരേ ദിൻ ഹുക്കുമായാക്കി, പിറ്റേ ദിവസം ഒരാജ്ഞ അവർ പുറപ്പെടുവിച്ചു. ബ്രിട്ടീഷുകാര് ഒരാജ്ഞ പുറപ്പെടുവിച്ചു. എൻ മുഗളോं के पास ജവാഹരാത്ത് ബഹുത്ത് സ്യാദാ ഹേ, ഈ മുഗളന്മാരുടെ അടുത്ത് ഒരുപാട് രത്നങ്ങൾ ഉണ്ട്. ഫിർ വഹി ഹുവ, പിന്നെ അങ്ങനെ സംഭവിച്ചു. ജിസ്കാ ഡർ ഥാ, എന്താണോ ഭയന്നിരുന്നത് അത് സംഭവിച്ചു. ഹമാരാ ഖർച്ച ആധാ കർ ദിയാ ഗയ, ഞങ്ങളുടെ ചിലവ് നേർപകുതിയായി വെട്ടിക്കുറച്ചു. ക്യാ ഖബർ കി യഹ് ഖത്ത് തുംകോ മിലേഗാ ഭി യാ നഹീം, ഈ ലെറ്റർ നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. സുൻതാഹും വേ ആത്മി ഭരോസെ കെ കാബിൽ ഹേ ജിൻകെ ഹാത്ത് യഹ് ഖത്ത് ഭേജ ജായേഗ, ആരാണോ ഈ ലെറ്റർ കൊണ്ട് തരാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരുടെ കൈകളിൽ ഞാൻ ഈ ലെറ്റർ കൊടുത്തയക്കുന്നു. लेकिन कितने ही शख्स मैंने ऐसे देखे हैं जो आखिर में दगाबाज और दूसरों के भेजे जासूस साबित हुए. എന്നാൽ എത്രയെത്ര വ്യക്തികളെയാണോ ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത്. जो आखिर में दगाबाज और दूसरों के भेजे जासूस साबित हुए हैं. दगाबाज माने ചതിയൻ, ജാസൂസ് മാനെ ചാരൻ. എന്നാൽ എത്രയോ ചതിയന്മാരെയും എത്രയോ സ്പൈ വർക്കേഴ്സിനെയും ഞാൻ അക്കൂട്ടത്തിൽ കണ്ടുകഴിഞ്ഞിട്ടുണ്ട്. लेकिन इस खत में मैंने ऐसा लिखा ही क्या है जिसकी मुझे फिक्र हो. എന്നാൽ ഈ കത്തിൽ ഞാൻ എന്ത് ചിന്തയാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഇതിൽ എഴുതേണ്ടത്. एक बाप ने एक बेटी को खत लिखवाया है, न इसमें अपने मुल्क की कोई बात है गैर मुल्क की. ഒരച്ഛൻ തന്റെ പുത്രിക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്ററിൽ ന ഇസ്മേ അപ്പനെ മുൽക്ക് കി കൊയ് ബാത്ത് ഹേ ന ഗൈർ മുൽക്ക് കി, അതിൽ തന്റെ രാജ്യത്തെ പറ്റിയോ രാജ്യത്തിന് എതിരായിട്ടോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഹമാരി ഖബ്ർ പരദേശി മേം ബനേഗി, ഞങ്ങളുടെ ശവകുടീരം പരദേശത്തായിരിക്കാം. लेकिन अभी तो हम
ലക്കടി കി ഭീഗി ഹുയി ഖബ്റുമേം ജിന്ദാ ഹി ദഫൻ ഹേ. എന്നാൽ ഇപ്പോൾ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട് ഒരു ശവകുടീരത്തിൽ എന്ന പോലെ ജീവനോടുകൂടി ഞങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ജബ് മർ ജായെങ്കി തബ് ഭി ഖബ്റുമേ ഹി ഹോങ്കി. മരിക്കുമ്പോഴും ഇതേപോലെ ഒരു ശവകുടീരത്തിൽ തന്നെയായിരിക്കും അടക്കം ചെയ്യുന്നതും. ബസ് ബേട്ടി ഖുദാ ഹാഫിസ്. നിർത്തുന്നു, അല്ലയോ പുത്രി, ഈശ്വരൻ നിന്നെ രക്ഷിക്കട്ടെ. തുമാരി കൈദി ബാപ്പിനെ ലിഖുവായ. നിന്റെ ബന്ധനസ്ഥനായ അച്ഛൻ എഴുതിക്കുന്നത്. ഇതാണ് ബേട്ടി കെ നാം പത്ര എന്ന് പറയുന്ന ഫോക്കസ് ഏരിയയിൽപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്റർ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.